ഫേസ് പാക്ക് വീഡിയോ കുറേ മുന്നേ ഇട്ടപ്പോൾ ഒത്തിരി ആൾക്കാർ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പൗഡറാണ്. ആദ്യം തന്നെ ഞാനിത് ചെറിയൊരു അളവിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾക്ക് ബൾക്ക് ഓർഡർ വന്നത് ഉണ്ടാക്കുന്നതാണ്, അത് മിക്സ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതാണ് കേട്ടോ, നമ്മൾ ഓർഡറിനനുസരിച്ച്. കടലപ്പരിപ്പും ചെറുപയർ പരിപ്പും മസൂർ പരിപ്പും കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ്. അതിൻ്റെ ബേസാണ് ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ അതിൻ്റെ പകുതി റൈസ് പൗഡറാണ്. അത് നമ്മൾ പത്തിരിയൊന്നും ഉണ്ടാക്കുന്ന പൊടിയുടെ പൗഡറല്ല കേട്ടോ, പച്ചയ്ക്ക് അരി പൊടിപ്പിച്ചെടുത്തതാണ്. പിന്നെ ഇത് നമ്മൾ കോൺ സ്റ്റാർച്ചിന് പകരം ചോളത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതിൽ റാഗി പൗഡർ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അരക്കപ്പോളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഒരു കപ്പിൻ്റെ കണക്കാണ് കേട്ടോ, ഈ ഒരു കപ്പ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് റാഗി പൗഡർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്നറിയോ, ഉരുളക്കിഴങ്ങിൻ്റെ പൊടിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് അതിൻ്റെ സ്റ്റാർച്ച് എടുത്തിട്ട് ഉണക്കി എടുത്തത്, അത് പൗഡറാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് അത്ര എളുപ്പമല്ല. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂവപ്പൊടിയാണ്. ഇതും ഞാൻ നാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കൂവപ്പൊടിയാണ് കേട്ടോ, അത് കൊണ്ടുവന്നതാണ്. ഇത് ഉലുവ പൊടിച്ചെടുത്തതാണ്. ഇതെല്ലാം ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിന്നായിട്ടുള്ള പൊടിയായിരിക്കണം, നമ്മൾ മുഖത്ത് ഒരയാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉലുവയാണ് കേട്ടോ, ഉലുവ പൊടിച്ചത്. പിന്നെ ഇത് മുൾത്താനി മിട്ടിയാണ്. ഇത് നമ്മൾ ഒരു 4 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു പാക്കറ്റ് ഇതിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പൊടിക്കുമ്പോൾ അത് മിക്സ് ചെയ്ത പൊടി ഞാൻ വേറെ തന്നെ കാണിച്ചു തരാവേ. മുൾത്താനി ഞവര അരിയും കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ, അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കണക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് അത് രണ്ടും കൂടെ ഒരേ അളവിൽ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഉണ്ടല്ലോ, ഇത് മില്ലറ്റാണ്, 2 തരം മില്ലറ്റാണ് കേട്ടോ. നമ്മൾ ഞവരക്കഞ്ഞി ഒക്കെ വയ്ക്കുമ്പോൾ അതിലുണ്ടാവുന്ന 2 തരം മില്ലറ്റില്ല, ആ 2 തരം മില്ലറ്റാണ്. അതും 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് ഇത് കറുത്ത എള്ളും ഫ്ലാക്സ് സീഡുമാണ് കേട്ടോ. ഇതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കരിജീരകം ഏതാണ്ട് 2 സ്പൂണൊക്കെ എടുക്കുകയുള്ളൂ, അധികം ക്വാണ്ടിറ്റി എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കറുത്ത എള്ളും കരിജീരകം വേറെ വേറെയാണ് കേട്ടോ. പക്ഷേ ഇത് അങ്ങനെ ഇങ്ങനെ നമ്മളെ മിക്സിയിൽ പൊടിയില്ല. ഇത് കണ്ടെത്തിയിട്ട് ഇത് മാത്രം പൊടിപ്പിക്കുന്ന ഷോപ്പിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കണം. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് കണ്ടോ. അതിൻ്റെ കളറൊക്കെ വേറെ വേറെ കളറാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സാൻഡൽ പൗഡറാണ്, നല്ല മണമാണ് കേട്ടോ. ചന്ദനമില്ലേ, നെറ്റിയിലിടുന്ന ചന്ദനം, ആ മരത്തിൻ്റെ പൊടിയാണിത്. പിന്നെ ഇത് കോലരക്കാണ്. കോലരക്കൊക്കെ നമ്മുടെ മുഖത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കളറും പാടും എല്ലാം പോയി നല്ല വെട്ടിത്തിളങ്ങുന്നതാണ് ആയുർവേദത്തിലൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. കോലരക്ക് ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. കോലരക്കിൻ്റെ കളറ് തന്നെ വേറെയാണ്. പിന്നെ ഇനി നമ്മൾ റോസ് പെറ്റൽസിൻ്റെ പൗഡർ ഉണ്ടാക്കി വെച്ചില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. റോസ് പെറ്റൽസ് മാത്രം ഇട്ടിട്ട് അതുപോലെ ബീട്രൂട്ട് പൗഡറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഫേസ് പാക്ക് നല്ല കിഡിലനാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനാണെങ്കിലും മുഖത്ത് തേക്കാനാണെങ്കിലൊക്കെ കുറച്ചെടുത്താൽ മതി. പിന്നെ ഇത് ബീട്രൂട്ട് പൗഡറാണ്. അപ്പോൾ നമ്മൾ എത്ര ഐറ്റംസ് ചേർത്തെന്നുള്ളത് ഞാൻ പറയുമ്പോൾ തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. നമ്മളൊരു മാസത്തെ എഫേർട്ടാണ് ഇതെല്ലാം പൊടിച്ച് വയ്ക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം റോസ് പൗഡർ, പിന്നെ ബീട്രൂട്ട് പൗഡർ, പിന്നെ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇരട്ടി മധുരമാണ് കേട്ടോ, ലിക്യുറൈസ് പൗഡർ, അതാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ബൾക്കായിട്ട് പാക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. അതും ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ കണക്കിൽ ഞാൻ ചേർക്കുന്ന അളവ് നോക്കിയിട്ടാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നീം പൗഡറാണ്. അപ്പോൾ നീം പൗഡറും തുളസിയുടെ ഇലയും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സിങ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിലല്ല, ഇത് നിങ്ങൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശരിക്കും ഇതിൽ എത്ര ഐറ്റംസ് ഉണ്ട് ചേച്ചി, നമ്മളെ മുഖത്ത് ഇവർ വാങ്ങിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത് കുറച്ച് വലിയ പാത്രത്തിലാവണം കേട്ടോ. പിന്നെ നമ്മളതിൽ നീം പൗഡറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കൈ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ബൾക്ക് ഓർഡറൊക്കെ നമ്മൾ ആക്കുന്നത്. പിന്നെ അതല്ലാത്ത സമയത്ത് ഇതുപോലെ തന്നെയാണ് മിക്സിങ് കേട്ടോ. ഒരുപാട് വലിയ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോട്ടിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ബോട്ടിലല്ലേ, അതൊക്കെ അതിലൊക്കെ നിറയ്ക്കാൻ വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് തന്നെയാണ് ഒന്ന് കറക്കിയെടുക്കാറ്. പിന്നെ ലാസ്റ്റ് ഇത് ഞാൻ മറന്നു പോയതല്ല കേട്ടോ, ഇതിൻ്റെ ആ ഒരു കളറ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് വെച്ചതാണ്.
നമ്മുടെ റെഡ് സാൻഡൽ പൗഡറാണ് കേട്ടോ. റെഡ് സാൻഡൽ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു തവണയെങ്കിലും നമ്മളിത് ഒന്ന് മുഖത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ കേട്ടോ. ഇത് ഞാൻ ഏതാണ്ട് ഒരു 4ാമത്തെ ബാച്ചാണെന്ന് തോന്നുന്നു ഉണ്ടാക്കുന്നത്. ഇത് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മുന്നേ ബാക്കി 3 തവണ ഉണ്ടാക്കിയപ്പോഴും നമ്മൾക്ക് ഏതാണ്ട് ഒരു 3 കിലോനോളം എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ പൗഡറുകളൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാവരും വാങ്ങിച്ച് തീരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഞാൻ അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് നമ്മൾ ഞാനിപ്പോൾ ഈ അളവുണ്ടല്ലോ നമ്മൾ ഓർഡർ തന്നതിനെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വെയിറ്റൊക്കെ നോക്കിയിട്ടാണ് പാക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസത്തിന് ശേഷമാണ് കേട്ടോ അത് ഞാൻ പിന്നെ ഒറ്റ പാക്കാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ വെയിറ്റ് നോക്കിയിട്ട് ആ വെയിറ്റ് കറക്റ്റ് വെച്ചിട്ട് പിന്നെ ബാക്കി നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് എപ്പം നമ്മൾ ഓരോ ബാച്ച് ഉണ്ടാക്കുമ്പോഴും അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വയ്ക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഇത് ഇങ്ങനെയാണ് ശരിക്കും ഞാൻ ഫേസ് പാക്ക് പൗഡർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഏതാണ്ട് ഒരു 10-20ഓളം ഐറ്റംസ്. ഇത് കൂടാതെ തന്നെ ജാതിക്ക ഉണ്ടല്ലോ, ജാതിക്ക ഇതിൽ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ സ്മെല്ലിൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ. ജാതിക്ക അത് വേറെ കാണിക്കുമ്പോൾ ഒരുപാട് ലെങ്തി വീഡിയോ ആയി പോവും. അപ്പോൾ ഞാനിത് ഒരു 1/2 സ്പൂൺ എടുത്തിട്ട് ഇനി ഇതിൻ്റെ ഫേസ് പാക്ക് ഇടുന്നത് കാണിച്ചു തരാം കേട്ടോ. അതൊരു 1/2 സ്പൂൺ എടുത്തിട്ട് പിന്നെ നമുക്കിതിൽ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് അലർജി ഉള്ളവർക്ക് റോസ് വാട്ടർ, അതല്ലെങ്കിൽ നമ്മുടെ തന്നെ അലോവേര ജെല്ലുണ്ടല്ലോ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ചില സമയങ്ങളിൽ തൈര് കിട്ടാത്ത സമയങ്ങളിൽ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ്. ഇപ്പോൾ തൈരുള്ളതുകൊണ്ട് എനിക്ക് തൈര് സ്യൂട്ടാവുന്നതുകൊണ്ട് ഞാൻ മിക്കവാറും തൈരിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കാറ്. ഇത് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പരിശ്രമമുള്ള ജോലിയാണ് കേട്ടോ. അത് ഇളക്കി അത് സ്ക്രാപ്പ് ചെയ്ത് അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് വെള്ളത്തിലിട്ട് പിന്നെ അതിനെ കൂവപ്പൊടി ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സിങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കിലോ കണക്കിനാണ് അത് വേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഇനി അവിടെ ഇരിക്കട്ടെ ഒരു 5 മിനിറ്റ്. ഇതാണ് കേട്ടോ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ള ഫേസ് പാക്കിൻ്റെ ഡബ്ബ. ഈ ഡബ്ബയിൽ തന്നെയാണ് എല്ലാതും കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. 1/2 സ്പൂൺ എടുത്താൽ മതി കേട്ടോ. ഇത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഏതാണ്ട് കുറച്ച് ദിവസമായി മുഖത്ത് അങ്ങനെ ഇടാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ ആയിട്ട് കേട്ടോ. ഞാൻ കുറച്ച് ഇവിടെ വെയിലൊക്കെ ഉണ്ട്, വെയിൽ കൊള്ളാറുണ്ട്. പിന്നെ എൻ്റെ ഉറങ്ങാത്തതിൻ്റെ നല്ല ഇതുണ്ട് കേട്ടോ. കുറേ കണക്കുകൾ എഴുതി വയ്ക്കുന്നുണ്ട്, പിന്നെ ഓർഡറുകൾ നമുക്ക് എഴുതി വയ്ക്കാനുണ്ട്. ഒക്കെ ഞാൻ കൈകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ കുറേ കണ്ണിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ ചുറ്റും, അത് നമ്മൾക്ക് ശരിക്കും ഉറങ്ങിയാൽ മാറുന്നതാണ് കേട്ടോ. ഞാനതല്ലാതെ തന്നെ ഉണ്ടാക്കുന്ന അലോവേര ജെല്ലും അതുപോലെ തന്നെ പുതിനയും ചേർത്തിട്ടുള്ള ജെല്ല് തേക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ആവശ്യമുള്ളവർ ഇപ്പം തന്നെ ഓർഡർ ചെയ്യണേ. അതുപോലെ റോസ് പെറ്റൽസ് പൗഡർ, ബീട്രൂട്ട് പൗഡർ, ലിക്വിറൈസ് പൗഡറൊക്കെ വേറെ നമ്മൾ ഇപ്പോൾ ഒട്ടുമിക്ക ഇതും പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ വേഗം സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അയക്കാനുള്ളവർക്കൊക്കെ പെട്ടെന്ന് അയക്കുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് ഒരു തേച്ച് കൊടുത്തിട്ട് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ഡ്രൈ ആയി. അപ്പോൾ ഞാൻ വെള്ളം ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഇങ്ങനെ കുതിർത്തെടുക്കുന്നുണ്ട്. ഇത്രയും ഡ്രൈ ആവണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിർത്തെടുത്തിട്ട് വേണം നമ്മൾ ഈ ഫേസ് പാക്കിനെ ഒന്നിങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും ഒത്തിരി ഓർഡറുകളൊക്കെ വരുന്നുണ്ട്. അലോവേര ജെല്ലിൻ്റെ ഫസ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കിയ ഒരാഴ്ചയുടെ ഉള്ളിൽ ഉണ്ടാക്കിയത് തീർന്നു. ഞാനിതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ടമാസിൻ്റെ പേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ പേജിൽ നിന്ന് ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അലോവേര ജെല്ലിന് വേണ്ടിയിട്ട്. അവർക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ട് അവർക്ക് വേണമെന്നുള്ള ഇതിൽ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ അയച്ച പ്രോഡക്റ്റ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നത് അയക്കാനുള്ളത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് ഇവിടുന്ന് അയക്കുന്നത് കേട്ടോ. നമുക്കിവിടുന്ന് പോസ്റ്റ് ഓഫീസിൽ പോകണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയിലും ഫ്രൈഡേ ആണ് നമ്മൾ അയക്കുന്നത്.
അപ്പോൾ ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ മുഖത്ത് ഒരയാനൊന്നും പാടില്ല കേട്ടോ. ഈ നമ്മളെപ്പോഴും ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ റെഡ് സാൻഡൽ പൗഡർ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ മരത്തിൻ്റെ കഷ്ണങ്ങളാണ്, ചെറിയൊരു ഇതുപോലും പോറാൻ പാടില്ല. പിന്നെ അത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാവും, പ്രത്യേകിച്ച് മുഖത്തൊക്കെ. ഫേസ് പാക്ക് ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ പാക്ക് ചെയ്യുകയും പൊടിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. പലരും ചോദിക്കാറുണ്ട് ഡെയിലി ഇടാൻ പറ്റിയിട്ടുള്ള ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇടുമെന്ന്. ഇതാണ് കേട്ടോ, ഞാനിപ്പോൾ ഡെയിലി ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. നല്ലൊരു ഗ്ലോ ആണ് കിട്ടുക. ഇത് ഡെയിലി യൂസ് ചെയ്യണം എന്നുള്ള മാത്രമേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ കരിമങ്ങലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ലിക്വിറൈസ് പൗഡറും അതുപോലെ ബീട്രൂട്ട് പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കിതുപോലെ തന്നെ ഇടയിലൊക്കെ ഫേസ് പാക്ക് തേച്ച് കൊടുക്കാം. നമുക്ക് ഒരു 30 വയസ്സ് 40 വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അത്യാവശ്യമാണ് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളൊരു കോൺഫിഡൻ്റ് ഒക്കെ പോവും. അതെൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുഖം കഴുകി കുളിച്ചിട്ട് ഇനി ഞാൻ വീഡിയോ ഇടുള്ളൂ. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് മുഖത്ത് അതൊക്കെ മാറ്റി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ മുടി കഴുകിയിട്ടില്ല. നമ്മളുടെ ഹെയർ ഡൈ ഉണ്ടാക്കുന്ന വീഡിയോ അടുത്തത് ഇടാനുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ അലോവേര ജെല്ലാണ് ഞാൻ ഇടുന്നത് കേട്ടോ മുഖത്ത്. എനിക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് പോകാൻ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ചുരിദാറിലാണ് ഇങ്ങനെ കാണുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. മറ്റേത് എപ്പോഴും നൈറ്റ് ഇട്ടിട്ടല്ലേ നിങ്ങൾ കാണാറ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് അലോവേര ജെല്ലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സൺസ്ക്രീൻ തേക്കും കേട്ടോ. അപ്പോൾ ആവശ്യക്കാരെല്ലാവരും ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.